ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കണോ? ദേ ഇന്നൊരു ഫിഷ് കറി വയ്ക്കാനായിട്ട് വന്നേക്കുവാണേ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവോലി മീനാണ് കേട്ടോ എടുത്തേക്കണേ. പിന്നെ അതിലേക്ക് വേണ്ട ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ദേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിനാണ് ഇടുന്നത്. കൂടെ സ്വല്പം ഉപ്പും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് മൺചട്ടി തന്നെ വെക്കണം കേട്ടോ, അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ ഒരു കളറ് മാറ്റം വന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ട പൊടികൾ എന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയോടൊപ്പം ഒരു കഷ്ണം തക്കാളിയും കൂടെ ചേർക്കുക. അതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് നല്ലോണം അടിക്കുക. അപ്പോൾ അടിച്ചിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളി ഓപ്ഷനിലാണ്. എന്നാന്ന് വെച്ചാൽ വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർ ചേർക്കണ്ട. അതൊന്ന് ടേസ്റ്റിനൊന്ന് കുറുകാൻ വേണ്ടിയിട്ടുമാണ് ഞാനത് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതെ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോഴത്തേക്ക് എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ഉണ്ടോ? അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ ജാറുള്ള ബാക്കിയുള്ള ആ അരപ്പിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടെ കുറുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ നമ്മൾ വെള്ളം ചേർക്കണം കേട്ടോ. അത് മീൻ നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളമാണ്. കുറച്ചും കൂടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ദേ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടോ? ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കുക, ഒന്ന് പിടിക്കട്ടെ. ദേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഓരോ കഷ്ണം മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. വെവ്വേറെ വെവ്വേറെ ആയിരിക്കണേ, അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ പരസ്പരം മുട്ടാത്ത രീതിയിൽ വേണം കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മെല്ലെ അവനങ്ങോട്ട് എടുക്കുക. ഇതേ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുറ്റിക്കുക. എല്ലാം ഒന്നും കൂടെ ഒന്ന് പിടിച്ചോട്ടെ. ചുറ്റിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇവനൊന്ന് അടച്ചു വെച്ചേക്കെ. ഒരു 2 മിനിറ്റ് അവനൊന്നും കൂടെ ഒന്ന് റെഡി ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവനെ മെല്ലെ വീണ്ടും ഒന്ന് തുറക്കുക. ഇതേ അതിലേക്ക് സ്വല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമുക്കിവിടെ തേങ്ങാപ്പാൽ ടിന്നിലാണ് കേട്ടോ കിട്ടണേ. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അവനൊന്ന് ചുഴറ്റണം കേട്ടോ. വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കണം. ഇതേ നല്ല സ്മെല്ല് ഇപ്പോൾ നമുക്ക് കിട്ടണുണ്ട് കേട്ടോ. ഇതേണ്ടേ ഒന്ന് വീണ്ടും ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വയ്ക്കുക കേട്ടോ. നല്ലോണം തിളച്ചിട്ടെ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. വേണ്ടേ കുറേശ്ശെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല പച്ച വെളിച്ചെണ്ണ
ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നല്ല ടേസ്റ്റ് കിട്ടാൻ ഉപകരിക്കും കേട്ടോ. അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വേണ്ടേ? അത് കഴിഞ്ഞിട്ട് കറി നല്ലോണം തിളക്കട്ടെ. അങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ല അടിപൊളി ഒരു കറിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും ഇത്. അപ്പോൾ നമ്മുടെ കറി റെഡി. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് ഈ കറി വെച്ചിട്ട് കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും കാണാം.